KSRTC ജീവനക്കാർക്ക് ക്ഷമയുടെ ഒരു ഓസ്കാർ കൊടുക്കണം. ഒരു 10 രൂപയുടെ ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ അവന് സസ്പെൻഷനും 1000കണക്കിന് രൂപയുടെ പെനാൽറ്റി അടിക്കാൻ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിട്ടൊരു അന്വേഷണം പോലുമില്ല. ഈ ഒരു മാനസികമായ സമ്മർദ്ദത്തിൽപ്പെട്ട് 313 തൊഴിലാളികളാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മരണപ്പെട്ടത്. ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ആത്മഹത്യകൾ KSRTCയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം ഒരു തൊഴിലാളി എങ്ങനെ ക്ഷമിക്കും? പുതിയ മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ 3 മാസക്കാലം ഒരു സമരവും ചെയ്തു, ഇങ്ങനെയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ കാതുകുത്തിയവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്ന് പറയുന്നത് പോലെയായി ഇപ്പോഴത്തെ അവസ്ഥ. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ KSRTC ജീവനക്കാർക്ക് എന്നാണ് കൃത്യമായി ശമ്പളം നൽകുക എന്ന ചോദ്യമാണ് ജീവനക്കാർ ഒരുപാട് നാളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് CMDയുമായി KSRTC ജീവനക്കാരുടെ ചർച്ച നടന്നിരുന്നു. എന്നാൽ ഈ തീരുമാനത്തിൽ യാതൊരു നടപടിയും CMD ഉൾക്കൊണ്ടില്ല. ഈയൊരു വിഷയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ KSRTC ജീവനക്കാരായ, അതായത് TDF സംഘടനയുടെ നേതൃത്വത്തിലുള്ള KSRTC ജീവനക്കാർ ഫെബ്രുവരി 4-ാം തീയതി മുതൽ പണിമുടക്ക് ആരംഭിക്കാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു പണിമുടക്കുന്നതിനെ തുടർന്ന് CMDയും KSRTCയും KSRTC ജീവനക്കാരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കിയില്ല എങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങും എന്നാണ് TDF വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിൻസെൻ്റ് MLA ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. CMD സ്വന്തം നിസ്സഹായാവസ്ഥ പ്രകടിപ്പിച്ചു എന്നുള്ളതല്ലാതെ ചർച്ച ഞങ്ങൾ നിയമപ്രകാരം നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു ചർച്ച നടത്തിയില്ല എന്ന് വേണ്ട എന്നതുകൊണ്ട് ഒരു ചർച്ച നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പറഞ്ഞ ഒരു വിഷയങ്ങളിലും ഒരു തീരുമാനം പറയാനോ മറുപടി പറയാനോ CMDക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിശ്ചയിച്ചത് പ്രകാരം സമരം വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത് നാളത്തെ സമരം കഴിഞ്ഞതിന് ശേഷം TDFൻ്റെ ഉന്നതാധികാര സമിതി യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു. യഥാർത്ഥത്തിൽ KSRTC ജീവനക്കാർക്ക് ക്ഷമയുടെ ഒരു ഓസ്കാർ കൊടുക്കണം. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് 44,000 തൊഴിലാളികളാണ് KSRTCയിൽ ഉണ്ടായിരുന്നത്. 44,000 തൊഴിലാളികൾക്ക് ഓരോ മാസവും അതാത് മാസത്തെ അവസാന വർക്കിംഗ് ഡേയിൽ ശമ്പളം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ഫെബ്രുവരി മാസത്തെ ശമ്പളം ഫെബ്രുവരിയിലെ അവസാന വർക്കിംഗ് ഡേയിൽ കൊടുക്കും. ഇതായിരുന്നു കേരളത്തിൽ നിലവിലുള്ള സ്ഥിതി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് മുതൽ KSRTCയിൽ പിരിച്ചുവിടലുകളായി പുതിയ നിയമനങ്ങളില്ല. ഇപ്പോൾ 22,000 തൊഴിലാളികൾക്കടുത്ത് മാത്രമേ ഇന്ന് സ്ഥിര ജോലിക്കാരുള്ളൂ. അവർക്ക് പോലും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു മാസം പോലും കൃത്യമായി ശമ്പളം കൊടുത്തിട്ടില്ല. 103 മാസമായി എന്ന് ശമ്പളം കിട്ടുമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് തൊഴിലാളികൾ. 1-ാം തീയതി ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ പലപ്പോഴും ഇവർക്ക് മിക്കവാറും എല്ലാവർക്കും ബാങ്ക് ലോൺ, EMI കൃത്യമായി അവർക്ക് അടയ്ക്കാൻ പറ്റും. കാരണം ഇവർക്ക് ബാങ്കിലേക്കാണ് വരുന്ന തുക, അപ്പോൾ ബാങ്കിൽ എടുത്തിട്ട് അടയ്ക്കാം. പക്ഷേ ഇതിപ്പോൾ 1-ാം തീയതി കഴിഞ്ഞാൽ അവർക്ക് EMI അടയ്ക്കേണ്ട ഡേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പിഴപ്പലിശയും കൂടെ അവർക്ക് അടയ്ക്കേണ്ടി വരുന്നു. വളരെ വലിയ നഷ്ടമാണ് KSRTC ജീവനക്കാർക്കുണ്ടായത്. ഇന്ന് വരെ കൃത്യമായി ശമ്പളം കൊടുക്കാത്തതിനെക്കുറിച്ചൊരു വിശദീകരണം നൽകാനോ ഒരു കുറ്റബോധം ഈ ഗവൺമെൻറ്റിൽ ഉണ്ടായിട്ടില്ല എന്നു മാത്രമല്ല, ശമ്പളം കൃത്യമായി കൊടുക്കാത്ത സർക്കാർ ജീവനക്കാർക്കെതിരെ ഒരു കാലത്തുമില്ലാത്ത വിധത്തിലുള്ള ശിക്ഷാ നടപടികളെടുക്കുകയാണ്. അവരെ വലിയ തോതിൽ മാനസികമായ സമ്മർദ്ദത്തിലാക്കുകയാണ്. അവർ അരികടത്തുകാരാണെന്ന് വ്യാഖ്യാനിക്കുകയാണ്, എന്ന് പ്രചരിപ്പിക്കുകയാണ് സർക്കാർ മാനേജ്മെൻറ്റും. അവർ മഞ്ഞൾ കൃഷി നടത്തുന്ന ആളുകളാണെന്ന് പറയുകയാണ്, ടിക്കറ്റ് വെട്ടിക്കുന്ന ആളുകളാണെന്ന് പറയുകയാണ്. അപ്പോൾ PSC പരീക്ഷ എഴുതി പല കടമ്പകളും കടന്ന് ജോലിക്ക് കയറി മാന്യമായി ജീവിതം നയിക്കുന്ന KSRTC ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ശമ്പളം കൊടുക്കാതെ അവരെ കടക്കണിയിലാക്കുകയാണ്. ആ കടക്കണിയിൽപ്പെട്ട് ഉഴലുന്ന ജീവനക്കാരെ അപമാനിക്കാൻ കൂടി സർക്കാർ തയ്യാറാവുകയാണ്. ഒരു 10 രൂപയുടെ ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ അവന് സസ്പെൻഷനും 1000കണക്കിന് രൂപയുടെ പെനാൽറ്റി അടിക്കാൻ ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചിട്ടൊരു അന്വേഷണം പോലുമില്ല. ATM മെഷീൻ 2 വർഷം തികയുന്നതിന് മുമ്പ് മുഴുവൻ ATM മെഷീനും ചീത്തയായി. ഒരു മെഷീന് 5000 രൂപ കൊടുത്ത് 5000-ഓളം മെഷീനുകൾ വാങ്ങി, മുഴുവനും ചീത്തയായി.
ചീത്തയായി കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ പുതിയ ആൻഡ്രോയിഡ് സംവിധാനമുള്ള ATM മെഷീൻ ഇറക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം റീപ്ലേസ് ചെയ്തു. അല്ലെങ്കിൽ എന്തിന് റീപ്ലേസ് ചെയ്തെന്ന് ചോദ്യം വരും. അപ്പോൾ ആൻഡ്രോയിഡ് സംവിധാനമുള്ളത് ഇറക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് ന്യായീകരണം. പക്ഷേ ഇവർ ഈ ATM വാങ്ങുന്നതിന് എത്രയോ വർഷം മുമ്പ് ആൻഡ്രോയിഡ് സംവിധാനം ഈ ലോകത്ത് നിലനിൽക്കുന്നു. അന്ന് അത് ഉൾപ്പെടെയുള്ള ATM മെഷീൻ വാങ്ങാമായിരുന്നു. അപ്പോൾ ഇതിൽ കോടികളുടെ അഴിമതിയാണ്. ഇപ്പോൾ തന്നെ ഒരു ടിക്കറ്റിന് ഒരു ആൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു സിംഗിൾ ടിക്കറ്റിന് 18 പൈസ ഈ ATM മെഷീൻ ഇപ്പോൾ സപ്ലൈ ചെയ്ത കമ്പനി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു മാസം തന്നെ 10 കോടി രൂപ വരെ നഷ്ടം അവർക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നുള്ളത്. ഇപ്പോൾ ഈ അഴിമതി അതുപോലെ തന്നെ പരസ്യ അഴിമതി വിജിലൻസുകാർ റെയ്ഡ് ചെയ്തു. എന്തായി ആ കേസുകളെല്ലാം? അപ്പോൾ ജീവനക്കാരൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ പിഴവുകൾക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുകയും ഈ വലിയ തിമിംഗലങ്ങൾ നടത്തുന്ന ഭീകരമായ കൊള്ള KSRTC ഇതിനെ തകർക്കുന്ന തരത്തിലുള്ള കൊള്ളയ്ക്കെതിരായി ഒരു നടപടിയും എടുക്കുന്നില്ല. ഈ ഒരു മാനസികമായ സമ്മർദ്ദത്തിൽപ്പെട്ട് 313 തൊഴിലാളികളാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മരണപ്പെട്ടത്. അതിലേറ്റവും കൂടുതൽ ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ടവരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യ ചെയ്തവരാണ്. ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ആത്മഹത്യകൾ KSRTCയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം ഒരു തൊഴിലാളി എങ്ങനെ ക്ഷമിക്കും? 31% DA കുടിശ്ശികയാണ്. 31% DA കുടിശ്ശിക. NDR, NPS ഇതെല്ലാം അവൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും, അടയ്ക്കില്ല. NDR അടയ്ക്കാതെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? അവനെടുത്ത ലോണിന് റിക്കവറി ആവും. ഈ ലോൺ എടുത്ത് അതിൽ നിന്ന് പിന്നെ പിടിച്ചിട്ട് അവർ തന്നെ KSRTC അടയ്ക്കണം എന്നുള്ളതാണ് നിയമം. പക്ഷേ അത് അടയ്ക്കുന്നില്ല. അടയ്ക്കാതെ വരുമ്പോൾ ഇവൻ്റെ പൈസ ഇവിടുന്ന് പിടിക്കുകയും ചെയ്യുന്നു, എന്നാൽ EMI അവിടെ അടയ്ക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് ജപ്തിയിലേക്ക് പോവുകയാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ! ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ തൊഴിലാളികളുടെ PF അക്കൗണ്ടിലേക്ക് പിടിച്ചിട്ടുണ്ട്. എന്നാലൊരു ഹൃദയ ശസ്ത്രക്രിയയ്ക്കോ അല്ലെങ്കിൽ ഒരു വൃക്ക മാറ്റി വയ്ക്കലിനോ അല്ലെങ്കിൽ ഒരു ജപ്തി ഒഴിവാക്കുന്നതിനോ 1 ലക്ഷം രൂപ ചോദിച്ചാൽ കൊടുക്കില്ല. എന്ത് സുരക്ഷിതത്വമാണ് ജീവനക്കാർക്കുള്ളത്? ഇതിനപ്പുറം വേറെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ? എന്നിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. അത് അഡ്രസ്സ് ചെയ്യുന്നില്ല. മന്ത്രിമാരുടെ ധൂർത്തിനൊരു കുറവുമില്ല. ഇവിടെ പുതിയ മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ 3 മാസക്കാലം ഒരു സമരവും ചെയ്തു. നേരെയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ കാതുകുത്തിയവൻ പോയപ്പോൾ കടുക്കനിട്ടവൻ വന്നു എന്ന് പറയുന്നത് പോലെയായി ഇപ്പോഴത്തെ അവസ്ഥ. ആ മന്ത്രി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 13 വർഷവും 10 മാസവും പഴക്കമുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ്സിന് 35 ലക്ഷം രൂപ കൊടുത്ത് രൂപമാറ്റം വരുത്തി. ഇനി അതിന് 1 കൊല്ലം മാത്രമേ ഓടാൻ പറ്റൂ. അത് ലാഭകരമായി ഓടിക്കൊണ്ടിരുന്ന ബസ് 7 മാസം ഡോക്ക് ചെയ്തിട്ടാണ് ഈ ആൾട്രേഷൻ വരുത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 15 ലക്ഷം രൂപയുടെ വരുമാന നഷ്ടം. ആകെ 50 ലക്ഷം രൂപ കൊടുത്ത് മൂന്നാറിൽ ഓടിക്കേണ്ട ബസ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓടുകയാണ്. മൂന്നാറിൽ ഹൈ റേഞ്ച് പോലും കയറാൻ പറ്റാത്ത ബസ്സിനെയാണ് ഇവർ ആൾട്ടർ ചെയ്തിരിക്കുന്നത്. KSRTCയുടെ ദേശസാൽകൃത റൂട്ടുകളെല്ലാം സ്വകാര്യ വ്യക്തികൾ കൊടുക്കാൻ പോവുകയാണ്. 1000 റൂട്ടുകൾ കൊടുക്കാൻ പോവുകയാണ്. ശ്രീ ആര്യാടൻ മുഹമ്മദിൻ്റെ കാലത്ത് സുപ്രീം കോടതി വരെ കേസ് നടത്തി നേടിയെടുത്തിട്ടുള്ള 249 സൂപ്പർ ക്ലാസ് റൂട്ടുകൾ കേസിൽ തോറ്റുകൊടുത്ത് പ്രൈവറ്റുകാർ കൊണ്ടുപോയി. KSRTCയോട് വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയിട്ടാണ് ഈ സർക്കാർ പെരുമാറുന്നത്. KSRTC ഇല്ലാതാക്കുക, സ്വയം ഇല്ലാതാവുക എന്ന ഒരു പ്രോസസ്സിലാണ് സർക്കാർ ഇതിനെ വിട്ടുകൊടുത്തിരിക്കുന്നത്. സർക്കാർ സർക്കാർ അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ്. ഒന്ന്, പുതിയ ബസ്സുകൾ വാങ്ങുന്നില്ല. പുതിയ ബസ് വാങ്ങാതിരുന്നാൽ പഴയ ബസ് 15 വർഷം കഴിയുമ്പോൾ നിരത്തിലിറക്കാൻ പറ്റില്ല. പുതിയ ജീവനക്കാരില്ലാതിരുന്നാൽ റൂട്ടുകൾ കയ്യിലില്ല. റൂട്ടില്ല, ബസ്സില്ല, ജീവനക്കാരില്ല. എങ്ങനെ ഈ പ്രസ്ഥാനം നിലനിൽക്കും? ഈ സംസ്ഥാനത്തെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ സന്മനസ്സുള്ള ആളുകൾ സംഭാവന നൽകിയിട്ടുള്ള സ്ഥലങ്ങളാണ് KSRTC പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ നൽകിയിട്ടുള്ള സ്ഥലങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ഞങ്ങളുടെ സമരമല്ലാതെ ഞങ്ങൾ ഓരോ മാസവും 1/2 ഡസൻ സമരം ചെയ്യുകയാണ്. TDF ഓരോ മാസവും സമരം ചെയ്യുകയാണ്. സമരം ചെയ്യാതെ ശമ്പളം കിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇത് KSRTC നിലനിൽക്കുന്നത്. സമരം ചെയ്ത് ഞങ്ങൾ ഒരു ഷെഡ്യൂൾ പോലും മുടക്കാതെയാണ് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ ലീവ് കിട്ടുന്നവരെ മാത്രം, അതല്ലെങ്കിൽ
വീക്കിലി ഓഫുള്ള ജീവനക്കാർ, ഇങ്ങനെയുള്ളവരെ മാത്രം വിളിച്ചിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. കാരണം ഒരു സർവീസ് പോലും KSRTC മുടങ്ങരുത്. പക്ഷേ ഇത് ക്ഷമയുടെ നെല്ലിപ്പല കണ്ട പശ്ചാത്തലത്തിലാണ് ഒരു പണിമുടക്കവുമായി മുന്നോട്ട് പോകാൻ തയ്യാറായി. പണിമുടക്കിൽ തീരുമാനങ്ങളൊന്നും തന്നെ ആയിട്ടില്ല എങ്കിൽ എന്തായിരിക്കും തീരുമാനം? എന്തായിരിക്കും? തീർച്ചയായും തുടർ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതിന് TDFൻ്റെ ഉന്നതാധികാര സമിതി പണിമുടക്കിന് ശേഷം വിളിച്ചു ചേർത്ത് തുടർന്ന് ഉള്ള സമരങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തീരുമാനിക്കും. KSRTCക്ക് വരുമാനം കുറവാണ് എന്ന വാദം ഉന്നയിച്ചാൽ എന്ത് ചെയ്യും? എവിടെയാണ് വരുമാനം കുറവ്? കണക്കുകൾ ചോദിച്ചിട്ട് പോലും തരുന്നില്ലല്ലോ. നിങ്ങൾ വാർത്ത കണ്ടിട്ടില്ലേ? റെക്കോർഡ് വരുമാനം, ഒരു ദിവസം 9,47,00,000 രൂപയുടെ വരുമാനം. കഴിഞ്ഞ മാസം 270 കോടി രൂപയാണ് വരുമാനം. 270 കോടി രൂപ. ശമ്പളം കൊടുക്കേണ്ട എന്താണ്? 75-80 കോടി രൂപയ്ക്കടുത്ത് കൊടുത്താൽ മതി ശമ്പളം. എന്നിട്ട് കൊടുക്കുന്നില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, 44,000 പേർക്ക് കൃത്യമായി ശമ്പളം കൊടുത്ത ഒരു സ്റ്റേറ്റിൽ ഭരണമാറ്റം ഉണ്ടായതോടുകൂടി 22,000 പേർക്ക് പോലും ശമ്പളം കൊടുക്കാൻ പറ്റും. എന്ത് മായാജാലമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചത്? ആകെ സംഭവിച്ചത് UDF മാറി LDF വന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല. പകുതി പേർക്ക് നേരെ ശമ്പളം കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു മാസമെങ്കിലും ശമ്പളം കൊടുക്കണ്ടേ? 103 മാസമായി. ഇവരെന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിനൊരു മന്ത്രിയുടെയോ മാനേജ്മെൻറ്റെയോ, ചുമ്മാ തൊഴിലാളികൾ ഇത് കൊണ്ട് നടന്നോളുമായിരുന്നല്ലോ. എന്തിനാണ് ഇവരെയൊക്കെ വച്ചിരിക്കുന്നത്?